പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളടുക്കൽ കടന്നു വരുവാൻ ലളിതാസൻ ഒരവസരം കൂടി തന്ന യേശുവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം യഹൂദനും മുസ്ലിമും ക്രിസ്തു മതക്കാരും ന്യായപ്രമാണത്തിന് കീഴിലാണ്. ഹാഗാർ ന്യായപ്രമാണത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. ഹാഗാർ എന്നത് അറബി ദേശത്തെ സീനായി മലയെ കുറിക്കുന്നുവെന്നും അവൾ അടിമകളെ പ്രസവിക്കുന്നുവെന്നും അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ 4:24 മുതൽ വായിക്കുമ്പോൾ കേൾക്കാം. ദൈവം തൻ്റെ വാഗ്ദാനം നിവർത്തിക്കുമെന്നതിൻ്റെ ഉറപ്പിനായി അബ്രഹാം പരിച്ഛേദന എന്ന അടയാളം ഏൽക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 17:12 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു എന്നതിൻ്റെ അടയാളമായിരുന്നു പരിച്ഛേദന. ലൂക്കോസിൻ്റെ സുവിശേഷം 1:57 മുതൽ വായിക്കുമ്പോൾ എലിസബത്ത് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. 59 വാക്യത്തിൽ 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നുവെന്നാണ് കാണിക്കുന്നത്. എല്ലാ യഹൂദ പ്രജകളും 8-ാം ദിവസം പരിച്ഛേദന ഏറ്റിരുന്നതായിട്ട് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ന്യായപ്രമാണത്തിൻ്റെ മക്കൾ പരിച്ഛേദന എന്ന അടയാളം വിശ്വാസത്തിൽ സ്വീകരിക്കണം എന്നതാണ് ദൈവകൽപ്പന. പുതിയ നിയമത്തിൻ്റെ മക്കൾ പ്രായമാവുമ്പോൾ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടണം എന്നത് കർത്താവിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 16:11 വായിക്കുമ്പോൾ നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിൻ്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. ഹാഗാർ ഗർഭം ധരിച്ചപ്പോൾ യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് സംസാരിക്കുകയാണ്. ജനിക്കാൻ പോകുന്ന പൈതലിന് ഇസ്മായേൽ എന്ന് പേരിടണം. അർത്ഥം ദൈവം കേൾക്കുന്നു. ഹാഗാർ ഗർഭം ധരിച്ചപ്പോൾ മുതൽ സാറ ഹാഗാറിന് മുമ്പാകെ നിന്ദിതയായി തോന്നിയ നിമിഷം മുതൽ സാറായുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് ഹാഗാറിനെ ഭവനത്തിൽ നിന്നും പുറത്താക്കുവാൻ അബ്രഹാമിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നതായി വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഹാഗാർ വളരെ പ്രയാസം ആ സമയങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ യജമാനനും യജമാനത്തിയും ഹാഗാറിനുള്ള പെരുമാറ്റം ദൈവം കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് സംസാരിക്കുന്നു. നിന്റെ മകന് ഇസ്മായേൽ എന്ന് പേരിടണം. ദൈവം കേൾക്കുന്നു. പുതിയ നിയമസഭയ്ക്കും ദൈവം അറിയിക്കുന്ന ഒരു ദൂതാണ് ഇത്. ദൈവം കേൾക്കുന്നുണ്ട്. യജമാനനായിക്കോട്ടെ, ദാസനായിക്കോട്ടെ, ആരാണെങ്കിലും ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:25
അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും. യജമാനന്മാർ ദാസന്മാരോട് നീതിപൂർവം ഇടപെടണമെന്നത് വചനസത്യമാണ്. മച്ചിയായ ഭാര്യയ്ക്ക് ദാസിയുടെ കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ അന്യായമായ പെരുമാറ്റം ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെന്ന് ദൂതൻ മുഖാന്തരം അറിയിച്ചിരിക്കുന്നു. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. പുതിയ നിയമസഭയിൽ വിശ്വാസികൾ എപ്പോഴും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, സ്നേഹമുണ്ടായിരിക്കണമെന്നതാണ് ദൈവകൽപ്പന. നീതിയും ന്യായവും ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തമ്മിൽ പെരുമാറിയ ചെറിയ രീതിക്ക് പോലും ഉത്തരവാദിത്വം നമ്മൾ പറയേണ്ടി വരുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. യജമാനന്മാരെ, നിങ്ങളുടെ ദാസന്മാരോട് നീതിയും കരുണയും പുലർത്തുവീൻ. സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് അധികാരമുള്ളവർ ഓർക്കുന്നത് നല്ലതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പകക്കൽ മുഖപക്ഷമില്ലെന്നും അറിയണം. അതുകൊണ്ട് നിങ്ങളുടെ ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത്. യജമാനൻ്റെ ചുമതലയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഒന്നുമില്ലാത്തവന് ഒരു പദവിയും മാന്യതയും ലഭിച്ചു എന്ന് ഓർത്ത് നമ്മുടെ കടമകളെക്കുറിച്ച് അറിവില്ലാതെ പോകരുതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം തന്ന പദവിയാണ്, ദൈവം തന്ന മാന്യതയാണ്. ആ കടമകളെക്കുറിച്ച് അറിവില്ലാതെ പോകരുതെന്ന് ഈ സമയം കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. പദവികൾ തരുന്നത് ദൈവമാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. കൂട്ടുകാരൻ്റെ ഭവനത്തെയും കൂട്ടുകാരൻ്റെ ഭാര്യയെയും മോഹിക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിനും കുടുംബത്തിനും വേണ്ടി മാറ്റിവെക്കണം. ഇതൊക്കെയും ദൈവകൽപ്പനയാണ്. എഫേസ്യർ 6-ന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-9 POC ബൈബിളിൽ ഓർമ്മപ്പെടുത്തുന്നു, യജമാനന്മാരെ, നിങ്ങളുടെ ദാസന്മാരെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. ഇത് ക്രിസ്ത്യാനിയായി ജനിച്ചവരോടുള്ള മുന്നറിയിപ്പാണ് കർത്താവ് തരുന്നത്. ക്രിസ്ത്യാനിയായി ഒരാൾ ജനിക്കുന്നത് അറിവായി കഴിയുമ്പോഴാണ്. ഒരു വ്യക്തിക്ക് സ്വന്തം തീരുമാനമെടുക്കാൻ പ്രായമാകുമ്പോൾ വേണം സ്നാനപ്പെടുവാൻ. അങ്ങനെ ക്രിസ്ത്യാനിയായി ജനിച്ച നിമിഷം മുതൽ
നമ്മുടെ കടമകളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം ക്രിസ്ത്യാനി എന്നത്. മറ്റുള്ളവർക്ക് നമുക്കെന്ത് നൽകാൻ കഴിയും എന്നാഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. സ്നാനപ്പെട്ട നിമിഷം മുതൽ മറ്റുള്ളവരോട് നമ്മുടെ കടമ ചിന്തിക്കുന്നവരാകണം വിശ്വാസി എന്ന് പറയുന്നത്. തെറ്റ് ചെയ്താൽ ദൈവം കേൾക്കുന്നു, ദൈവം കാണുന്നു എന്നെപ്പോഴും ഓർക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 6:11-12 യഹോവ നിന്റെ സങ്കടം കേൾക്കുക കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേര് വിളിക്കണം. അവൻ കാട്ടുകഴുതയെപ്പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളിച്ചെയ്തു. കാട്ടുകഴുത മനുഷ്യരോട് ഇണങ്ങാത്തതാണ്. അതായത് ഇസ്മായേലിൻ്റെ സന്തതികൾ അബ്രഹാമിൻ്റെ മറ്റ് സന്തതികളുമായി ശത്രുതയിൽ പാർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 6:11-12 വായിച്ചു. ഒരിക്കലും അറബികളും യഹൂദന്മാരും തമ്മിൽ യോജിക്കുകയില്ല. ഇതവർ ജനിക്കുന്നതിന് മുൻപ് എഴുതി വച്ചിരിക്കുന്നതാണ് വചനത്തിൽ. ഇസ്മായേൽ എന്നത് കലഹത്തിൻ്റെയും ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും മനുഷ്യനായിരിക്കുമെന്നും വചനത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ്റെ താല്പര്യം ദൈവത്തിന് വേണ്ടിയാണോ ദൈവത്തിനെതിരെയാണോ എന്നൊന്ന് ചിന്തിക്കാതെ ഒരു അക്രമ സ്വഭാവം ജനിക്കുന്നതിന് മുമ്പേ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. ഹാഗാർ എന്നത് ന്യായപ്രമാണത്തെ കാണിക്കുന്നു. അവൾ അടിമകളെ പ്രസവിക്കുന്നു. ഇവരെപ്പോഴും ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവർ സ്വന്തം പദ്ധതിയിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:21 മുതൽ വായിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവീൻ, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസ്യ പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ദാസ്യയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദാനത്തിലും ജനിച്ചിരിക്കുന്നു. അബ്രഹാമിൻ്റെ 2 മക്കളെക്കുറിച്ചും വചനം വ്യക്തമായി പറയുകയാണ്. ഹാഗാറിനെ സീനായി മലയിൽ നിന്ന് ലഭിച്ച ന്യായപ്രമാണം ആചരിക്കുന്നവരുടെ മാതാവായും, സാറായെ മീതെയുള്ള സ്വർഗീയ യെരൂശലേമിൻ്റെ വാഗ്ദത്ത മകൻ്റെ മാതാവായും കാണുകയാണ്. പഴയ പുതിയ നിയമങ്ങളെ ഹാഗാറിനോടും സാറായോടും വചനം ഉപമിച്ചിരിക്കുകയാണ്. സീനായി എന്നത് അറബിയിലും സിയോൻ കനാനിലും ഉള്ള പർവ്വതങ്ങളാണ്. എബ്രായർ 12:22 മുതൽ വായിക്കുമ്പോൾ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ സിയോൻ ദൈവം വസിക്കുന്ന സ്വർഗീയ നഗരം, അത് അനേകായിരം
സ്വർഗീയ ദൂതന്മാരുടെ സ്ഥലമാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ദൈവമക്കളുടെ വാസസ്ഥലമാണ് സ്വർഗമെന്ന് പറയുന്നത്. ന്യായാധിപതിയായ ദൈവത്തിൻ്റെ ഇരിപ്പിടവും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനുമായ യേശു വസിക്കുന്ന സ്ഥലവുമാണ് സ്വർഗമെന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 21:2 പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഗലാത്യർ 4:26 വായിക്കുന്നത് മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാകുന്നുവെന്നാണ്. മീതെയുള്ള യെരൂശലേമിനെ പ്രതിനിധീകരിക്കുന്നതാണ് സാറ. ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളുടെ അമ്മയാണ് സാറ എന്ന് പറയുന്നത്. വാഗ്ദത്തം മൂലം ജനിക്കപ്പെട്ട അബ്രഹാമിൻ്റെ സകല സന്തതികളുടെയും മാതാവാണ് സാറ. ഗലാത്യർ 4:27 പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. വർഷങ്ങളായി ആത്മീയ സന്തതിയെ ജനിപ്പിക്കാൻ കഴിയാതെ മച്ചിയായിരുന്ന സാറ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ദാസിയിൽ സ്വന്തം ഭർത്താവിന് മക്കളെ ജനിപ്പിച്ചുവെങ്കിലും ദൈവവാഗ്ദത്തം, അവൻ്റെ ശക്തിയേറിയ വചനം, ആ ജീവനുള്ള വചനം അതല്പം താമസിച്ചാലും നിവൃത്തിയാകുക തന്നെ ചെയ്യും. സാറ 90-ാം വയസ്സായിട്ടും അസാധ്യമെന്ന് പറഞ്ഞെടുത്തൊരു പൈതലിനെ പ്രസവിച്ചു. സ്വർഗീയ യെരൂശലേമിൻ്റെ പൗരന്മാരാണ് അബ്രഹാമിൻ്റെ യഥാർത്ഥ സന്തതികൾ. ഉൽപ്പത്തി പുസ്തകം 21:8 മുതൽ വായിക്കുമ്പോൾ പൈതൽ വളർന്ന് മുലകുടി മാറി ഇസ്ഹാക്കിൻ്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം വലിയ വിരുന്ന് കഴിപ്പിച്ചു. മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസിയെന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കുക, മുലകുടി മാറിയ ഇസ്ഹാക്കിന് അവനേക്കാൾ പ്രായക്കൂടുതലുള്ള ഇസ്മായേൽ അവൻ്റെ കൂടെ കളിക്കുമ്പോൾ അവനെ പരിഹസിക്കുന്നതിനും ഉപദ്രവിക്കുന്നതുമായിട്ടൊക്കെ സാറായ്ക്ക് തോന്നി തുടങ്ങിയപ്പോൾ സാറ അവരെ പുറത്താക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ജഡപ്രകാരം ജനിച്ചവർ ആത്മപ്രകാരം ജനിച്ചവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്നും ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്ന യഥാർത്ഥ വിശ്വാസികളെ യഹൂദന്മാരും റോമക്കാരും ക്രിസ്തു മതക്കാരുമായ ജഡത്തിൻ്റെ വിശ്വാസികൾ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവർ ആത്മീയപ്രകാരം ജനിച്ച ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. ന്യായപ്രമാണവും കൃപയും തമ്മിൽ ഒരിക്കലും ചേരില്ലെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. ഹാഗാർ ന്യായപ്രമാണത്തിൻ്റെ ഉടമ്പടിയും സാറ കൃപയുടെ
ഉടമ്പടിയുമാണ്. അവിശ്വാസികളെന്നും ന്യായപ്രമാണത്തിന് കീഴിൽ അടിമത്തത്തിലായിരിക്കും. ലോകത്തിൻ്റെ ഇന്നത്തെ ദുഷിച്ച മതവ്യവസ്ഥയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരിൽ ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശങ്ങൾ പങ്കാളികളാകുവാൻ അവർക്ക് കഴിയുകയില്ല. പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ സ്വന്തമായി താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 17:11 മുതൽ നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അതെനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. ദൈവത്തിൻ്റെ നിയമത്തിലുള്ള ഒരു അടയാളവും മുദ്രയുമായിരുന്നു പരിച്ഛേദന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നിയമം ഞങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് പരിച്ഛേദന. അപ്പോൾ പിന്നെ യേശു പറഞ്ഞു വിശ്വസിച്ച് സ്നാനപ്പെടണമെന്ന്. ക്രിസ്തീയ മതക്കാർ ഞങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവല്ലേ സ്നാനം എതിർക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ്. ദൈവത്തിൻ്റെ നിയമമായ അടയാളം പരിച്ഛേദന യഹൂദന്മാരും മുസ്ലിങ്ങളും അത് സ്വീകരിച്ചു, അതനുസരിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉപദേശമായ സ്നാനത്തെ ക്രിസ്തീയ മതക്കാർ ശക്തമായി എതിർക്കുന്നു. പരിച്ഛേദന ദൈവത്തിൻ്റെ നിയമം അവർ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് പരിച്ഛേദന. പുതിയ നിയമത്തിൽ യേശു പറഞ്ഞതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് യഹൂദന്മാരും മുസ്ലിങ്ങളും ക്രിസ്തു മതക്കാരും ഒരേ സ്വരത്തിൽ എതിർക്കുകയാണ്. 3 പേരും ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുകയാണ്. എന്നാൽ വാഗ്ദത്തം അനുഭവിക്കുവാൻ യഹൂദന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനി മതക്കാരും മടങ്ങി വന്നാൽ അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം നിശ്ചയമായിട്ട് ലഭിക്കും. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ ഈ അക്രമ സ്വഭാവം മാറും, ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 17:19 നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവനെ ഇസ്ഹാക്ക് എന്ന് പേരിടണം, ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. യഹോവയുടെ ദൂതൻ അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് വാഗ്ദത്ത നിയമത്തിൻ്റെ ഉടമ്പടിയായി ഇസ്ഹാക്കിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇസ്ഹാക്ക് ക്രിസ്തുവിന് നിഴലായിരുന്നുവെന്നും ഉടമ്പടിയുടെ നിവൃത്തീകരണം ക്രിസ്തുവിലായിരുന്നുവെന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യെശയ്യാവ് 11:1 ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഈ വചനം, ഈ പ്രവചനം നിവൃത്തിയാകാൻ ആണ് ശമൂവേൽ പ്രവാചകനെ ബേത്ലഹേമിൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതായിട്ട് അയക്കുന്നതായിട്ട് 1 ശമൂവേൽ 16:1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പ്രവചനം നിവൃത്തിയാകാനാണ് 1 ശമൂവേൽ 16:1 മുതൽ വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും, അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇശായിയുടെ 8 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. യെശയ്യാവ് 61:1 എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ
യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. കർത്താവിൻ്റെ ആദ്യത്തെ വരവ് യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിക്കുവാനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. സകലരെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാണ്. എന്നാൽ രണ്ടാം വരവിൽ ദൈവത്തിൻ്റെ പ്രതികാര ദിവസമായിരിക്കുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 1:21 തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ജനിക്കാൻ പോകുന്ന പൈതലിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ യഹോവയുടെ ദൂതൻ പേര് നിർദ്ദേശിക്കുന്നതായിട്ടാണ് നമ്മൾ വചനം കാണുന്നത്. അങ്ങനെ വാഗ്ദത്ത ഉടമ്പടിയുടെ നിവൃത്തീകരണം ക്രിസ്തുവിലൂടെ നിവൃത്തിയാകുകയാണ്. ലോകരക്ഷിതാവിൻ്റെ പേര് യേശു എന്നാണ്. തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആണ് യേശു വന്നത്. യേശു ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനാണ് യേശു എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് അനേകർക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകാത്തതാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നം. യെശയ്യാ 53:1 പറയുന്നുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? സത്യസുവിശേഷം മനസ്സിലാകാതെ അന്യായം ചെയ്യുന്നവൻ മനസ്സിലാക്കുക, ദൈവം കേൾക്കുന്നു. ഇസ്മായേലിൻ്റെ സന്തതിയുടെ കാട്ടുകഴുതയുടെ സ്വഭാവം മാറ്റി നല്ലത് തിരഞ്ഞെടുക്കുവാൻ സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടിയുടെ നിവൃത്തീകരണം ക്രിസ്തുവിലൂടെ ഭൂമിയിൽ വന്നപ്പോൾ ഒരു അപ്പൻ്റെ മക്കൾ എല്ലാവരും ഒന്നിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. റോമർ 10:11 വായിക്കുന്നു, തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ, യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. യവനുമെന്നാൽ മുസ്ലിം എന്നോ യഹൂദനെന്നോ യൗവൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും രക്ഷപ്പെടുവാൻ ഉള്ള പുതുവഴി ദൈവം തുറന്നിരിക്കുകയാണ്. രക്ഷ ലഭിക്കുവാൻ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുക. റോമർ 10:11 അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് യേശു വന്നത്. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുമെങ്കിൽ പാപമോചനം ലഭിക്കും, നമ്മളുടെ പഴയ സ്വഭാവം മാറും. ന്യായപ്രമാണത്തിൽ നിന്ന് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നമ്മൾ അനുഭവിക്കുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.